ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു മാരുതി ഈക്കോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പോൾ ഈക്കോ എന്ന വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് കുറച്ച് വലിയ വാഹനമാണ്. നമ്മുടെ ഒമിനിയുടെ ഒക്കെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ എന്നൊക്കെ നമുക്ക് കൂടെ പറയാം. കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വീതിയുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടുതലുള്ള വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ വാഹനമാണ്. 9 മാസം പുറത്തേക്കുന്ന വാഹനമാണ്. സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ തന്നെ KL 32 ആണ് രജിസ്ട്രേഷൻ കൊടുക്കണം. ID വാല്യൂ നിലവിൽ 2.60 ലക്ഷം രൂപ ID വാല്യൂ നിലവിൽ നിൽക്കേണ്ട ഈ വാഹനത്തിൽ 49,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. നല്ല കണ്ടീഷൻ വാഹനമാണ്. AC ഒക്കെ ഉള്ള വാഹനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇന്റീരിയർ എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാ ഭാഗവും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അതിനുശേഷം നമുക്ക് റേറ്റ് സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒരു ഈക്കോ നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തുകയാണ്. ഇത് മാരുതിയുടെ ഈക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല തിളക്കം വാഹനമാണ്. നമ്മുടെ ഓമിനിയുടെ ഒക്കെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ഈക്കോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇത് കുറച്ച് ഗുണങ്ങളുണ്ട്. ഗുണം ഉദ്ദേശിച്ചത് നമുക്ക് മൾട്ടി സീറ്റാണ് വന്നേക്കണം. സാധാരണ നമുക്ക് 5 സീറ്റ് 7 സീറ്റൊക്കെ വരാറുണ്ട്. ഇത് നമുക്ക് 7 സീറ്റ് വാഹനമാണ് വന്നേക്കണം. അതുകൂടാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വാഹനമാണ്. നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. പിന്നെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ആ ഒരു പഴമയുള്ള സംഭവം നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പോർഷൻ നോക്കാം. കേട്ടോ, ഞാൻ പഴമാണ് ഉദ്ദേശിച്ചതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫണ്ടൊക്കെ നോക്കാം. 2017 മോഡൽ വന്നേക്കണം. 17 എന്ന് പറയുമ്പോൾ ഒരുപാട് പഴമ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു വാഹനം നമുക്ക് ഈക്കോ എന്ന ഒരു വാഹനം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ടും സ്കൂൾ ഓട്ടങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ ആൾക്കാർ ഓടിക്കുന്ന വാഹനമാണ് നമുക്ക് ഈക്കോ പലപ്പോഴും നമ്മൾ കണ്ടാക്കണം. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓടിച്ചാലും ഭയങ്കരമായിട്ട് നിർത്താതെ ഓടിയ വണ്ടി ആണെന്നാണ് നമ്മളെല്ലാം പൊതുവെയുള്ളൊരു അഭിപ്രായം. പക്ഷേ ഈ വാഹനം അങ്ങനെയല്ല. ഇത് വളരെ ഡീസൻ്റായിട്ടൊരു ഫാമിലി യൂസ് ചെയ്യുന്ന വാഹനമാണ്. 49,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്ക് വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്ക് നമുക്ക് പോയേക്കാം. വീലാസ് നീറ്റായിട്ടിരിക്കുന്നു. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് ഇട്ടുന്നുണ്ട്. അതേപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരാം. ബോണറ്റ് നോക്കാം. ബോണറ്റായാലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ഒരു ബോണറ്റും കൂടെ കാണാം. ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ബമ്പേഴ്സ് നോക്കാം. ഫ്രണ്ട് ബമ്പേഴ്സ് കുറച്ച് നീറ്റായിട്ട് ബമ്പേഴ്സും കൂടെ കാണാം. കേട്ടോ, അതേപോലെ ഇവിടെയും ലാമ്പ്സ് നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ വീലാസും എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയേക്കാം. വീലാസിലേക്ക് വരുമ്പോൾ ഇവിടെ നീറ്റായിട്ട് വീലാസും കൂടെ കാണാം. ടയർ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ സ്ലൈഡിങ് ഡോർസും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അപ്പോൾ നിങ്ങൾ നോക്കും, ജസ്റ്റ് നല്ല ഈസിയായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സ്ലൈഡ് ഡോർസ് വന്നേക്കണം. അങ്ങനെ റഫോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. വീലാസിലേക്ക് ഇവിടുത്തെ വീലാസും ടയേഴ്സ് ഉണ്ടെങ്കിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വന്ന് ഇവിടെ വിൻഷീൽഡും കാര്യങ്ങൾ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്ക് മാരുതിയുടെ ബാറ്ററി നിൽക്കുന്നുണ്ട്. ലോഗോ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബോട്ടത്തിലേക്ക് വരാം. ഇവിടെ റിവേഴ്സ് സെൻസേഴ്സും ഒരു ക്യാമറയും അതേപോലെ ബമ്പർ ഗാർഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷൻ നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് റോളിംഗ് വിൻഡോസും കാര്യങ്ങളും തന്നെ വന്നേക്കണം. ഒരു അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ആർഭാടവും കാര്യങ്ങളും നമുക്ക് കിട്ടാനില്ല. ഇത് 7 സീറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഡാഷൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഗിയർ നോബ് നോക്കാം. നല്ല ഒതുങ്ങിയ ഗിയർ നോബാണ് വന്നേക്കണേ. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്ലോർ നോക്കാം. വിനയിലൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. സീറ്റ്സ് കമ്പനി സീറ്റ്സ് തന്നെയാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ റിവേഴ്സ് സെൻസിങ് മിറേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ കാണിക്കും. റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗം നീറ്റായിട്ട് ഇരിക്കുന്നു. റൂഫായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് മിഡിൽ ഡോറിന് ഓപ്പൺ ചെയ്യാം. സ്ലൈഡിങ് ഡോർസാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ 2 പേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാം. ലെഗ് റൂമൊക്കെ ഉണ്ട്. അത് പാസേജാണ്. ഇവിടെ ബാക്കിൽ നമുക്കൊരു 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. റൂഫായാലും നല്ല ഭംഗിയിൽ തന്നെ റൂഫ് നമുക്കൂടെ കാണാം. ഇവിടുന്ന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നോബ് നമുക്കൂടെ കാണില്ല. അപ്പോൾ അതിൽ കൂടി തന്നെ കയറേണ്ടി വരും. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും
ഇതേപോലെ ബൂട്ടും കാര്യങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ലിഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈക്കോൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ അണ്ടറിലായിട്ടാണ് ഇതിൻ്റെ എൻജിൻ ഭാഗവും കാര്യങ്ങളും വന്നത്. അത് ജസ്റ്റ് എൻജിൻ ഒന്ന് കാണിച്ചു തന്നേക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തേക്കാം. ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻജിൻ ഭാഗം വന്നേക്കണം ഈക്കോൻ്റെ. ഇവിടെ നോക്കാം, കേട്ടോ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എൻജിൻ ഭാഗം. അതിൽ കൂടുതൽ നമുക്കൂടെ കാണിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ലിഡ് ഒന്ന് അപ്പ് ചെയ്യാം. ലിഡ് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കിയേക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാം. വേറെ ഒന്നും നമുക്കിവിടെ കാണിക്കാനില്ല. ഒരു വിശാലമായിട്ടിരിക്കുന്ന ആ ഒരു ബോൺ സ്പേസ് ആണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജാക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നും നമുക്കിവിടെ കിട്ടാനില്ല. ഓക്കെ, ക്ലോസ് ചെയ്യാം. ക്ലോസിന് ശേഷം ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈക്കോൻ്റെ ബൂട്ട് സ്പേസ് ആയൊന്നുമില്ല, ചെറിയൊരു സ്പേസ് ഉള്ളൂ. ഇതിലൊക്കെ ചെറിയ ഐറ്റംസൊക്കെ വയ്ക്കാമെന്നുള്ളൂ, കവറൊക്കെ കിറ്റൊക്കെ വയ്ക്കാം. അതിൽ കൂടുതൽ നമുക്ക് കിട്ടാനില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ലിഡ് നോക്കാം, എഡ്ജസ് നോക്കാം. അല്ല, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെയർ റൂമായാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇത് 2017 മോഡൽ 9 മാസം പുറത്തേക്ക് വന്നിരുന്ന പെട്രോൾ ഓപ്ഷൻ നിൽക്കുന്ന വാഹനമാണ്. ഈക്കോ ആണ്. ഈക്കോ STD സ്റ്റാൻഡേർഡ് വാഹനമാണ്. അതുകൂടാതെ തന്നെ 2.60 ലക്ഷം രൂപ IDV വരെ നിൽക്കുന്ന വാഹനം കൂടിയാണ്. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് ഇറങ്ങാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് ഡെയിലി എത്തുന്നതാണ്. ഫേസ്ബുക്ക് പേജ് കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് റേറ്റ് ആസ്കിംഗ് പ്രൈസ് 3 ലക്ഷം രൂപയാണ്. 3.50 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ ആയിരിക്കും. എൻ്റെ നമ്പറും ഷോറൂമിൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. കേട്ടാ, ബൈ.